പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് രസം ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ തുടങ്ങിയാലോ? നമുക്ക് അടുക്കളയിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു രസമാണ് കേട്ടോ. എനിക്ക് ഒരു 5 വെളുത്തുള്ളി അതങ്ങനെ പൊളിച്ചിട്ട കാരണമാണ്. ഒരു 3 പച്ചമുളക്, 2 കുടപ്പുളിയുടെ കഷ്ണം, കുറച്ച് ജീരകം, 1 സ്പൂണ് കുരുമുളക്, ചെറിയ കഷ്ണം കായം. അപ്പോൾ ഈ കുടപ്പുളി വെച്ചാൽ നമ്മൾ കോൽപ്പുളിയേക്കാളും നല്ലത് വയറിന് നമുക്ക് കുടപ്പുളിയാണ് നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് കേട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമ്മളിത് അടിച്ചെടുത്തു കേട്ടോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടു. 2 കതിര് വേപ്പില ഇട്ടു. നമുക്ക് നന്നായി തിളച്ച് അല്ലാതെ ഇട്ടിട്ടുണ്ട്. കുടപ്പുളി എല്ലാ സാധനങ്ങളും ഇട്ട് അടിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി തിളച്ചൊന്ന് വറ്റി കഴിഞ്ഞാൽ അതിനുള്ള ചെയ്യാം. കടുക് പൊട്ടിച്ച് താളിച്ചെടുക്കാം കേട്ടോ. ഇത് മല്ലിയിലയാണ്. നമ്മുടെ വീട്ടിലുണ്ടായ ആഫ്രിക്കൻ മല്ലിയാണ്. അല്ല, മറ്റേ മല്ലിയിലയിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് അരിഞ്ഞ് എന്നിട്ട് അതിൻ്റെ രസത്തിൻ്റെ മുകളിലിടാം. നമുക്ക് രസം നന്നായി തിളച്ച് ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര, 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പുളി ഒന്ന് നമുക്ക് ശമിക്കും. കുടപ്പുളിയുടെ പുളി നമുക്കിത് ഇറക്കി വയ്ക്കാം. പഞ്ചസാര ഇട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് കടുക് താളിക്കാം. ഇത് വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ചൂടാകുമ്പോൾ ഒന്ന് ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിപ്പോൾ 2 മണി ഉലുവ, 2 മണി കടുക് ഇപ്പോൾ താളിച്ചിട്ടുണ്ട്. അത് ഇതിൽ ഇളക്കി നമ്മുടെ നാടൻ രസം ശരിയാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഒരു ഇതാണ് കേട്ടോ. വീട്ടിൽ നല്ല പെട്ടെന്ന് ചാറ് കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇതൊരു ചാറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല രസം റെഡി കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.